നിലമ്പൂരിൽ ആവേശം അലതല്ലി കൊട്ടിക്കലാശം. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. നാളെ നിശബ്ദ പ്രചാരണമാണ്. മറ്റന്നാൾ നിലമ്പൂർ ജനത പോളിംഗ് ബൂത്തിലെത്തും. 3 ആഴ്ച നീണ്ടുനിന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണത്തിന് ഇന്ന് വൈകിട്ട് 6 മണിയോടെ സമാപനമായി. നിലമ്പൂർ സ്ക്വയറിൽ 3 ഭാഗങ്ങളിലായാണ് 3 മുന്നണികളുടെയും കൊട്ടിക്കലാശം നടന്നത്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തെങ്കിലും ആടിയും പാടിയും മഴയെ അവഗണിച്ച ജനങ്ങൾ കൊട്ടിക്കലാശം കൂടുതൽ കൊഴുപ്പിച്ചു. പതിവില്ലാത്ത രീതിയിൽ വൻ പ്രവർത്തക പങ്കാളിത്തം കൊട്ടിക്കലാശത്തിൽ ഉണ്ടായതോടെ അടിയൊഴുക്കുകളിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് NDA ക്യാമ്പുകൾ. ആവേശമായിരിക്കുന്നു. നമ്മുടെ പാർട്ടി പ്രവർത്തകർ വളരെ ആവേശത്തോടെ നിൽക്കുകയാണ്. നമുക്കൊരു വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്ന് ഞാൻ കരുതുകയാണ്. മാറ്റം വരും, യാതൊരു സംശയവുമില്ല. പ്രവർത്തകന്മാരും അനുഭാവികളും നല്ല ആവേശത്തിമിർപ്പിലാണുള്ളത്. അതേസമയം 9 വർഷം മുമ്പ് കൈവിട്ടുപോയ മണ്ഡലം തിരിച്ചുപിടിക്കാനാവുമെന്നാണ് UDF പ്രതീക്ഷ. പാർട്ടി ചിഹ്നത്തിൽ മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്നാണ് ഇടതുമുന്നണി കണക്കുകൂട്ടുന്നത്. എന്നാൽ കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കാതിരുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് ഉറപ്പിക്കുകയാണ് പരസ്യപ്രചാരണം അവസാനിക്കുമ്പോഴും ചെയ്തത്. ജനം, നിലമ്പൂർ.